പശ്ചിമേഷ്യൻ സംഘർഷ മേഖലകളിൽ കഴിയുന്ന ഭാരതീയ പൗരന്മാരുടെ സുരക്ഷയ്ക്ക് സർക്കാർ മുൻഗണന നൽകുന്നതായി കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. യുദ്ധം കാരണം ആഗോള വിതരണ ശൃംഖലയിൽ നേരിടുന്ന തടസ്സങ്ങൾ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയെയും ബാധിക്കുമെന്നും ജയശങ്കർ ചൂണ്ടിക്കാട്ടി. സംഘർഷ മേഖലകളിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് ഇന്ത്യ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നതായി പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രത്യേക പ്രസ്താവനകൾ നടത്തി. ഇസ്രയേൽ ഇറാൻ സംഘർഷങ്ങളിൽ സൈനിക നടപടികൾക്ക് പകരം നയതന്ത്ര ചർച്ചകളിലൂടെയും സംഭാഷണങ്ങളിലൂടെയും മാത്രമേ പ്രശ്നപരിഹാരം സാധ്യമാകൂ എന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ രാജ്യസഭയിലും ലോക്സഭയിലും വ്യക്തമാക്കി. സംഘർഷ മേഖലകളിൽ കഴിയുന്ന പ്രവാസി ഭാരതീയരുടെ സുരക്ഷയ്ക്ക് സർക്കാർ മുൻഗണന നൽകുന്നു. ഇതുവരെ 67,000 ഇന്ത്യക്കാരെ സുരക്ഷിതമായി നാട്ടിലെത്തിച്ചു. ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി പൂർണ്ണമായും പ്രവർത്തനക്ഷമമാണെന്നും പ്രവാസികൾക്കാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. യുദ്ധം കാരണം ആഗോള വിതരണ ശൃംഖലയിൽ നേരിടുന്ന തടസ്സങ്ങൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെയും ബാധിച്ചേക്കുമെന്നും ജയശങ്കർ ചൂണ്ടിക്കാട്ടി. സ്ഥിതിഗതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് നിരീക്ഷിച്ചു വരികയാണ്. വിതരണ ശൃംഖലയിലെ ഗുരുതരമായ തടസ്സങ്ങളും പ്രദേശത്തെ അസ്ഥിരതയും വലിയ ആശങ്കയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. In view of the implications of this conflict for our energy security, I also seek to address that particular concern. Government remains committed to ensuring that fully taking into account availability, costs and risks of the energy markets. For us, sir, the interest of the Indian consumer has and will always be the overriding priority. Where required, Indian diplomacy has supported the endeavours of our energy enterprises in this volatile situation. പ്രസ്താവനയിൽ ഒതുക്കാത്ത വിഷയത്തിൽ വിശദമായ ചർച്ച വേണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം ഇരുസഭകളിലും ബഹളം വെച്ചു. ജനം, ഡൽഹി.